വെൽക്കം ടു എസ്പയർ ഡിഫൻസ്. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഡിഗ്രി കുട്ടികളുടെ ആഗ്രഹമാണ് ഡിഗ്രി പഠനത്തിന് ശേഷം നല്ല ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. കേരളത്തിലുള്ള കുട്ടികൾ എല്ലാത്തിലും മുൻപന്തിയിലാണ്. അവർ കലയിലും സ്പോർട്സിലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ മുൻപന്തിയിലാണ്. എന്നാൽ നാഷണൽ ലെവൽ എക്സാമിനേഷൻസിൽ അവർ അത്ര മുൻപന്തിയിലല്ല. വ്യക്തമായ സിലബസ് മനസ്സിലാക്കാതെയുള്ള പാറ്റേൺ മനസ്സിലാക്കാതെയുള്ള പഠനമാണ് അവർ പുറകിലാവാനുള്ള കാരണം. UPSC നടത്തുന്ന CDS പരീക്ഷ, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷ വഴി ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ, ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ നിങ്ങൾക്ക് ഓഫീസർ ആവാൻ സാധിക്കും. എന്നാൽ UPSC CDS പരീക്ഷ എഴുതുന്ന മലയാളി കേരളത്തിലുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കാണെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളും കുറവാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UPSC CDS എക്സാമിനേഷനെ കുറിച്ചും അതിന്റെ സിലബസിനെ കുറിച്ചും പാറ്റേണിനെ കുറിച്ചും നിങ്ങൾക്ക് എങ്ങനെ ഈ വരാനിരിക്കുന്ന CDS എക്സാമിനേഷനിൽ റൈറ്റ് അപ്രോച്ചോടുകൂടെ നേരിടാം എന്നതിനെ കുറിച്ചുമാണ്. നിരവധി ഓഫീസേഴ്സ്, വളരെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി ഓഫീസേഴ്സ് സേനയുടെ ഭാഗമായിട്ടുണ്ട്. സോ അവരൊക്കെ ഫ്യൂച്ചർ ഓഫീസേഴ്സ് ആയ പോലെ നിങ്ങൾക്കും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിലുള്ള ഓഫീസേഴ്സ് ആവാൻ പറ്റട്ടെ. UPSC CDS എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനും അവിടുന്ന് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഓഫീസറായിട്ട് കം ഔട്ട് ചെയ്യാനും സാധിക്കും. OTA, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ, എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ്, ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല, നിങ്ങൾക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആർമി, നേവി, എയർഫോഴ്സ് ട്രെയിനിങ് അക്കാഡമീസ് എന്ന് ഫ്യൂച്ചർ ഓഫീസേഴ്സ് ആയിട്ട് ഫ്ലൈയിങ് കളേഴ്സിൽ പുറത്തു വരാൻ സാധിക്കട്ടെ. അതിനാദ്യം വേണ്ടത് പരീക്ഷയെക്കുറിച്ചുള്ള മനസ്സിലാക്കലാണ്. UPSC CDS എക്സാമിനേഷൻ സെലക്ഷൻ പ്രൊസീജിയർ. ഫസ്റ്റ് ഫേസ് UPSC റിട്ടൺ എക്സാമിനേഷൻ. ഇറ്റ്സ് ആൻ ഓഫ്ലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം. Second phase SSB interview, service selection board interview, then medical test and the final merit list. So ഓരോ സ്റ്റേജും കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നേറാം. ആദ്യഘട്ടം UPSCയുടെ ഓഫ്ലൈൻ റിട്ടൺ എക്സാമിനേഷൻ ആണ്. സോ എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത് ഫോർ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഇന്ത്യൻ നാവൽ അക്കാഡമി ആൻഡ് എയർഫോഴ്സ് അക്കാഡമി. ഇത് മൂന്നും ട്രൈ ചെയ്യുന്ന കുട്ടികൾക്ക് യു നീഡ് ടു അപ്പിയർ ഫോർ 3 പേപ്പേഴ്സ്: ഇംഗ്ലീഷ്, ജനറൽ നോളജ് ആൻഡ് എലമെന്ററി മാത്തമാറ്റിക്സ്. എല്ലാത്തിനും 120 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, 120 ചോദ്യങ്ങൾ. ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ്ലൈൻ എക്സാമിനേഷൻ. 2 hours ആണ് ഓരോ പരീക്ഷയ്ക്കുള്ള സമയം. ആൻഡ് 100 മാർക്കിനാണ് ഓരോ പരീക്ഷയും വരുന്നത്. നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണ്. സോ വി നീഡ് ഗുഡ് ആക്യുറസി. ആൻഡ് ഫോർ OTA, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ട്രൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആൻഡ് ജനറൽ നോളജ് 2 പേപ്പർ മാത്രമേ ഉള്ളൂ. 120 ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് ഓരോ പേപ്പറിനും. 2 hours ആണ് പരീക്ഷാ സമയം. ദെൻ 100 മാർക്സ് ആണ് നിങ്ങൾക്ക് മാർക്സ് ഉള്ളത്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഒബ്ജക്റ്റീവ് MCQ ടൈപ്പ് ആണ്. സോ ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ടേക്ക് കെയർ, അണ്ടർസ്റ്റാൻഡ് ദി സിലബസ്. ഇംഗ്ലീഷ് സെക്ഷനിൽ ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ട്. ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ, സ്പോർട്ടിംഗ് എറേഴ്സ് എക്സെട്ര. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ സിലബസ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. GKയിൽ കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, സയൻസ്, ജോഗ്രഫി, other topics are there. So അതും മനസ്സിലാക്കണം. മാത്സിലാണെങ്കിൽ അരിത്തമാറ്റിക്, ആൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്. സോ അങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ട്. സോ ഇതിനൊക്കെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സിലബസ് മനസ്സിലാക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കൃത്യമായിട്ട് ചെയ്യുക. അതിനുശേഷം ദ ഫസ്റ്റ് തിങ്, ദ ഫൗണ്ടേഷൻ ബിൽഡിംഗ്. ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും ജനറൽ നോളജ് ആയാലും ഓരോ ടോപ്പിക്സിലുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യലാണ് ആദ്യത്തെ കാര്യം. സോ നിങ്ങൾ ഏതിലാണോ വീക്ക് അത് ആദ്യം ബിൽഡ് ചെയ്യുക, അത് സ്ട്രോങ് ആക്കുക. സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഫാർ എഹെഡ് മുന്നോട്ട് വരിക. ആൻഡ് ദി സെക്കൻഡ് പ്രോസസ് ഈസ് കൺസെപ്റ്റ് കൺസോൾട്ടേഷൻ. ഓരോ സബ്ജക്റ്റിലുള്ള കൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് തരം ക്വസ്റ്റ്യൻസിനെയും അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അത് ഓരോ ടോപ്പിക്സും ഓരോ സബ്ജക്ട്സും അനുസരിച്ച് നിങ്ങൾ ആ കൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്ത് എടുക്കുക തന്നെ വേണം. And the third thing, intensive practice. This is very, very important. സിലബസ് മനസ്സിലാക്കി കൺസെപ്റ്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സബ്ജക്ട്സിലും
നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. വളരെ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കണം അത്. ഫോക്കസ് ഓൺ സ്പീഡ് ആൻഡ് ആക്യുറസി ബിക്കോസ് നെഗറ്റീവ് മാർക്ക് ഉള്ള പരീക്ഷയാണ്. സോ ഫോക്കസ് ഓൺ യുവർ സ്പീഡ് ആൻഡ് ആക്യുറസി. ആൻഡ് മാത്തമാറ്റിക്സ് ആയാൽ പോലും മിക്സഡ് പ്രോബ്ലം നിങ്ങൾ പ്രീവിയസ് ഇയർ PVIQ സെറ്റ്സ് നോക്കണം. അതേപോലെ നിങ്ങൾക്ക് കോച്ചിങ്ങിലുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ജനറൽ നോളജിലേക്ക് വരുമ്പോൾ യു നീഡ് ടു സോൾവ് എ ലോട്ട് ഓഫ് PYQs. നിങ്ങൾക്ക് ക്യൂസസ് അറ്റൻഡ് ചെയ്യാം. ആൻഡ് കറണ്ട് അഫയേഴ്സ് GK ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ദി ഫോർത്ത് വൺ, സ്ട്രെങ്തനിങ് വീക്ക് ഏരിയാസ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ലെവൽ സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഐഡന്റിഫൈ യുവർ വീക്ക് ഏരിയാസ്. അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഫോക്കസ് ഓൺ കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി, നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ അതാണെങ്കിൽ. മാത്തമാറ്റിക്സ് ആണെങ്കിൽ പ്രാക്ടീസ് ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് ലൈക്ക് പ്രോബബിലിറ്റി, കാൽക്കുലസ്. ഇറ്റ് മേ വേരി. ചില കുട്ടികൾക്ക് പ്രോബബിലിറ്റി ഈസി ആയിരിക്കാം. ആൻഡ് GK, റിവൈസ് ഹിസ്റ്ററി, പൊളിറ്റി, ഡിഫൻസ്, ഹൈ സ്കോറിംഗ് ടോപ്പിക്സ്. ഹൈ സ്കോറിംഗ് ടോപ്പിക്സ് ഏതാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യുക. അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അത് വീക്ക് ആണെങ്കിൽ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ദി ഫിഫ്ത്ത് വൺ, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പല കുട്ടികളും ചെയ്യാത്ത ഒരു കാര്യമാണ്, അവര് റിയൽ എക്സാമിനേഷൻ പാറ്റേണിലുള്ള ഫുൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാറില്ല. അതൊരിക്കലും ചെയ്യരുത്. സോ യു ഹാവ് ടു അറ്റൻഡ്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. സിമുലേറ്റ് എക്സാം കണ്ടീഷൻസ് വിത്ത് ഫുൾ ടെസ്റ്റ്. റിയൽ എക്സാമിനേഷൻ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന റിയൽ പാറ്റേൺ ഫോളോ ചെയ്യുക. അനലൈസ് എറേഴ്സ് ഇൻ കോംപ്രിഹെൻഷൻ, GK ആൻഡ് മാത്ത് കാൽക്കുലേഷൻസ്. സോ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എറേഴ്സ് പോലും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ടൈം മാനേജ്മെന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Allocate 40 to 45 minutes per subject to build exam stamina. So you need to sit and attend mock test, attend PYQs. That is very very important. And final revision and strategy. So ആരാണോ സിലബസ് പഠിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ ചെയ്യുന്നത് അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും അവരുടെ ഗോൾ. സോ റിവൈസ് ഫോർമുലാസ്, ഗ്രാമർ റൂൾസ് ആൻഡ് GK ഫാക്ട്സ് ഇതൊക്കെ നിങ്ങൾ ഒരു നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് സെപ്പറേറ്റ് കീപ്പ് ചെയ്യുക. Focus on PYQs, previous year question paper is the ultimate key for any UPSC examination. Stay consistent, at least one mock test every alternative day. നിങ്ങൾക്ക് ഡെയിലി പറ്റിയില്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ഇത് ചെയ്യുക. Prioritize rest, sleep, avoid stress for peak exam performance. So പ്രയോറിറ്റൈസ് ചെയ്യുക. മറ്റ് എന്റർടൈൻമെന്റ്സ് ഒക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് കുറച്ച് മാസങ്ങൾ ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്യുക. മക്കൾക്ക് എന്തായാലും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. And finally, success mantra, understanding exam pattern gives clear direction. Examination pattern അറിഞ്ഞ് സിലബസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവാം. സിസ്റ്റമാറ്റിക് മന്ത് വൈസ് പ്ലാൻ ബിൽഡിംഗ്, കോൺഫിഡൻസ് ആൻഡ് നോളജ്. നിങ്ങൾക്ക് വീക്ക്ലി പ്ലാൻസ്, മന്ത്ലി പ്ലാൻസ് ഒക്കെ സ്റ്റഡി പ്ലാൻസ് ആക്കിയിട്ട് ഉണ്ടാക്കാം. ടൈം ടേബിൾ അനുസരിച്ച് കൊണ്ടുപോകാം. പ്രാക്ടീസ് ആൻഡ് റിവിഷൻ കീ ടു ക്രാക്കിംഗ് CDS 2026. So practice and revision is very very important. There is no shortcut for that. സോ നിങ്ങൾ ഏത് തരം ബാക്ക്ഗ്രൗണ്ട് ആയാലും സാരമില്ല, നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം നിങ്ങൾക്ക് ഒരു തടസ്സമാവരുത്. സോ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാം. സോ ആർ യു റെഡി? നിങ്ങളൊരു ഗ്രാജുവേറ്റ് ഫൈനൽ ഇയറോ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റോ ആണെങ്കിൽ വരാനിരിക്കുന്ന CDS എക്സാമിനേഷൻ നിങ്ങൾക്കുള്ള ഒരു ഗേറ്റ് വേ ആയിരിക്കും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ ഒരു ഫ്യൂച്ചർ ഓഫീസർ ആയിട്ട്. സോ ആർ യു റെഡി ഫോർ ദാറ്റ്? നിങ്ങൾക്ക് ആസ്പയർ ഡിഫൻസിന്റെ ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാം സപ്പോർട്ടോടുകൂടെ പഠിക്കാം. എനി ടൈം വാട്സപ്പിൽ ക്ലാസ്സസ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, ലേറ്റസ്റ്റ് പാറ്റേൺ മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് SSB ഇന്റർവ്യൂ ഗൈഡൻസ്, നിങ്ങൾക്ക് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള SSB ഇന്റർവ്യൂ ഗൈഡൻസ് ഉണ്ടായിരിക്കും. സോ ഫോർ ദാറ്റ് you can enquire the coaching details 7034561234 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് you can enroll for the UPSC CDS examination coaching. So thank you very much and Jai Hind, all the best wishes.